CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുമാകും യോഗത്തിൻ്റെ മുഖ്യ അജണ്ടകൾ. നവകേരള സദസ്സ് വലിയ വിജയമായി എന്നാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. നവകേരള യാത്രയിലൂടെ മുന്നണി സംവിധാനത്തെ ആകെ ചലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് പാർട്ടി വിലയിരുത്തുന്നു. VA ഗിരീഷ് ചേരുന്നു മറ്റു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പാർട്ടി വലിയ ആത്മവിശ്വാസത്തിലാണോ? നവകേരള സദസ്സിലുണ്ടായ പ്രശ്നങ്ങളും അതുപോലെ ഈ കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ അക്രമം എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടന്നു. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ നവകേരള സദസ്സ് വലിയ വിജയമായിരുന്നു എന്ന് തന്നെയാണ്. ഇതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കാരണം ഇത് യുവജന സംഘടനകളും നേരത്തെ അവർ രാഷ്ട്രീയമായി ആസൂത്രണം ചെയ്ത ചില പ്രതിഷേധങ്ങൾ മാത്രമായിട്ടാണ് CPM ഇതിനെ വിലയിരുത്തുന്നത്. നേരത്തെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇക്കാര്യം പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. നവകേരള സദസ്സ് വലിയ വിജയമായി മാറി എന്നുള്ളതായിരുന്നു പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിൻ്റെ വിശദമായൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ CPM കടക്കുന്നത്. ഇന്നും നാളെയുമായി ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ നവകേരള സദസ്സ് ഒരു സർക്കാർ പരിപാടിയായിരുന്നു എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ആണ് ഇപ്പോൾ CPM വിലയിരുത്തുന്നത്. കാരണം ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ, LDFിൻ്റെ എല്ലാ പാർട്ടികളുമായും ഒത്തുചേർന്നുള്ള പ്രവർത്തനം, ഇത്തരത്തിൽ ബൂത്ത് തലം വരെ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനങ്ങളെ ചലിപ്പിക്കാൻ കഴിഞ്ഞു എന്നും CPIM വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ, ഈ പരാതികളുടെ കാര്യത്തിൽ അടിയന്തരമായ പരിഹാരമുണ്ടാക്കണം എന്ന് സർക്കാരിനോട് CPIM ആവശ്യപ്പെടും. ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലും ഇക്കാര്യം പ്രധാന വിഷയമാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നടത്തേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഇതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ളതാണ് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പുരോഗതി എത്രയെന്നുള്ളതും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം വിലയിരുത്തും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു പ്രക്രിയ നടന്നു വരികയാണ്. ഇക്കാര്യത്തിൽ ഒരു വോട്ട് പോലും പാഴായി പോകരുത്, അല്ലെങ്കിൽ ചേർക്കാൻ പറ്റാതെ പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ കീഴ്ഘടകങ്ങൾക്ക് CPM നൽകിയിരുന്നു. ഇതിൻ്റെ ഒരു വിലയിരുത്തലുണ്ടാകും. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരായി നടക്കുന്ന സമരങ്ങൾ, നേരത്തെ തന്നെ ഈ നവകേരള സദസ്സ് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചത് കേന്ദ്രവിരുദ്ധ സമീപനം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുക എന്നുള്ളതായിരുന്നു. സാമ്പത്തികമായും അല്ലാതെയും കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ് എന്ന ആരോപണം, ഇതെല്ലാം നവകേരള സദസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും വളരെ വിശദമായി ജനങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര വിരുദ്ധ മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇതിനോടൊപ്പമാണ് കർഷക സംഘടനകൾ, അതോടൊപ്പം തന്നെ CPIMൻ്റെ മറ്റ് വർഗ ബഹുജന സംഘടനകളൊക്കെ കേന്ദ്രത്തിനെതിരെ നടത്തി വരുന്ന സമരം, ഈ സമരത്തിൻ്റെ പുരോഗതി, അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പൊതുബോധം, ഇവയൊക്കെ സ്വാഭാവികമായും ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചാ വിഷയമാകും. അതിനോടൊപ്പമാണ് കേരളത്തിലെ ഒരു പൊതു രാഷ്ട്രീയം കൂടി ഇന്ന് മുതൽ ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. ചില പ്രേക്ഷകർക്ക് ഇന്നലെ കാണാത്തതുകൊണ്ട് ചായ മധുരമില്ലാതെ കുടിച്ചു എന്നൊക്കെ പറയുന്നത് അതൊന്നുമല്ല. നിങ്ങൾ ഇടയ്ക്കിടെ കുടിക്കണ്ടേ. ഞാൻ തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്നൊരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വാർഷികാഘോഷ പരിപാടിയുണ്ട്. 104 വർഷം പഴക്കമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ സ്കൂളിനോട് എനിക്കുള്ള ഒരു മാനസിക ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ആകാശവാണിയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു, സതീഷ് ചന്ദ്രൻ. മരിച്ചുപോയി അദ്ദേഹം. നമ്മൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് കുറച്ചധികം ഫലിതബോധം ഉണ്ടായിരുന്നു. ഞാനന്ന് ചില്ലറ ഫലിതക്കാരനായിരുന്നു. അങ്ങനെ ഫലിതവും തമ്മിലുള്ള ഒരു ചേർച്ചയുമൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. പിന്നെ കണ്ടതും കേട്ടതും എന്നുള്ള പരിപാടി കുറേ കാലം ഞാൻ ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടതും കേട്ടതിൽ പലപ്പോഴും അദ്ദേഹം അഭിനയിക്കും. നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ളതിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ആത്മബന്ധം ഞങ്ങൾ പുലർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പ്രമേഹ രോഗം ബാധിച്ച് അദ്ദേഹം കുറേ കാലത്തിന് മുമ്പേ അകാലത്തിലേക്ക് കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ സഹോദരി മാനേജറായിട്ടുള്ള ഒരു ദീപ്തി ഗിരീഷ് എന്ന മാനേജറായിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. അതുകൊണ്ട് സതീഷ് ചന്ദ്രൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ആ സ്കൂളിൽ പോയി ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൾ പാതി വഴിയിൽ ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് അനുഭവമില്ലേ, അതെനിക്ക് ആ സ്കൂളിൽ ചെന്നപ്പോൾ കൂടുതൽ ബോധ്യപ്പെട്ടു. അങ്ങനെയായിരുന്നു ഞാൻ ഇല്ലാഞ്ഞത്. അല്ലെങ്കിൽ പരമാവധി ഞാൻ പ്രേക്ഷകർക്ക് അരികിലേക്ക് വരാനാണ് എപ്പോഴും എനിക്ക് താല്പര്യം. അത് എനിക്ക് നൽകുന്ന ഊർജ്ജം ഒന്ന് പ്രത്യേകതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.